ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഫാമിലിയായിട്ട് വന്നിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലുള്ള പുള്ള എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ല പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണിത്. നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് ബോട്ടിങ്ങാണ്. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ ഒരു വൈബും പിന്നെ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തേക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ ഒരു സൈഡിലേക്ക് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ കിളി പോയി. ഫുള്ള് താമര, ആമ്പൽ, ബോട്ടിങ്ങൊക്കെയാണ്. താമരൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതും പിന്നെ ആ വെള്ളത്തിൽ കൂടെ ബോട്ടൊക്കെ പോകുന്നതും നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് മാറിയിട്ട് വേറെ ഒരു ബോട്ടിങ്ങിൻ്റെ ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും ചുറ്റും നോക്കുമ്പോൾ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് കണ്ടു പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ അടുത്ത ബോട്ടിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് എല്ലാവരും അങ്ങോട്ട് നടന്നു പോവുകയാണ്. കുറച്ച് നടക്കാനുണ്ട്. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ അടിച്ചു പൊളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ ഇവിടെ കുറേ വണ്ടികളൊക്കെ എടുക്കണുണ്ട്. നല്ലപോലെ നടന്ന് ക്ഷീണിച്ച് അത്യാവശ്യം വെയിലുണ്ട്, പിന്നെ കാറ്റും കുറവാണ്. സോ അതവിടെ നല്ല കാറ്റുണ്ടാവേണ്ടതാണ്. നമ്മൾ വന്നത് ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് നല്ല ചൂടും വെയിലൊക്കെ ആയതുകൊണ്ടാണ്. അപ്പം ഇതിൻ്റെ നേരത്തെ തന്നെ നോക്കുമ്പോൾ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കൂടുതൽ പേരും ബോട്ടിങ്ങിനും ഫിഷിങ്ങിനും പിന്നെ റിലാക്സ് ചെയ്യാനായിട്ടാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ എന്തായാലും ഇവിടെ തൃശ്ശൂർ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തൃശ്ശൂർ അന്തിക്കാട് ഭാഗം ഇവിടെയാണ് മഞ്ജു വാര്യറിൻ്റെ വീടൊക്കെ. ഇവിടെ നിന്ന് കുറച്ചുള്ളൂ. ഇവിടെ വെള്ളമൊക്കെ നല്ലപോലെ കുറവാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു ബോട്ടിങ്ങിൻ്റെ സീസൺ അല്ല എന്നാണ് തോന്നുന്നത്. ബോട്ടിങ് ഉണ്ടോ നോക്കാം. ക്യാഷ് അങ്ങനെ നമ്മളിവിടെ ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നോക്കിയപ്പോൾ ഉണ്ട് കുറേ ഫുഡ് ഐറ്റംസിൻ്റെ പേരോ. പിന്നെ അത് വായിച്ചു വയറിറച്ചു അങ്ങനെ നടന്നു. ക്യാഷ് അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും കൊട്ടവഞ്ചി, പിന്നെ പെഡൽ ബോട്ട്, അങ്ങനത്തെ കുറേ ബോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിൽ ഓരോ റൈഡിൻ്റെ റേറ്റൊക്കെ ഇവിടെ എഴുതിച്ച്. നമ്മൾ എടുത്തേക്കുന്ന കൊട്ടവഞ്ചിയും പിന്നെ പെഡൽ ബോട്ടുമാണ്. ഗൈസ്, നമുക്ക് വേണ്ട ബോട്ടൊക്കെ ഇവിടെ നേരം എടുക്കുന്നുണ്ട്. നമുക്ക് ബോട്ടിൽ കയറിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പായാലും വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബോട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പെഡൽ ബോട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല ഒഴുക്കുണ്ട്, പക്ഷേ ഇറക്കും, അതായത് താഴ്ചയില്ല, വെള്ളം കുറവാണ്. നമ്മുടെ ഒപ്പം തന്നെ വേറെ ടീംസും കയറിയിട്ടുണ്ടായിരുന്നു. അവരുടെ പൊടി പോലും കാണുന്നില്ല. അവരൊക്കെ എവിടെ എത്തിയോ ആവോ. ഇതിൻ്റെ കൂടെ ഫിഷിങ്ങും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഫിഷിങ്ങിന് മറ്റേ സെറ്റപ്പൊന്നും നമുക്ക് ഉണ്ടെന്നില്ല ഗൈസ്. അടുത്തോട്ടം വരുമ്പോൾ അതും കൂടി ഒന്നുണ്ട് ഗൈസ്. പെഡൽ ബോട്ട് എടുക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് കൊട്ടവഞ്ചി തന്നെയാണ് നല്ലതാണ്. കാരണം ചവിട്ടി ഉപ്പാടളകുണ്ട്. പിന്നെ ഇതിന് വെള്ളത്തിൻ്റെ അടിയിൽ പായലും ഇതൊക്കെ ആയതുകൊണ്ട് ബോട്ട് അങ്ങോട്ട് നീങ്ങാനായിട്ട് നല്ല പ്രയാസമായിരുന്നു. സൈക്കിൾ ചവിട്ടണ പോലെ ചവിട്ടിയിട്ട് അങ്ങോട്ട് ബോട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല. നമ്മളൊപ്പം എത്തിയവരൊക്കെ അറ്റത്ത് എത്തിയുണ്ട്. പിന്നെ നിങ്ങളിൽ എത്ര പേർക്ക് അഡ്വഞ്ചർ റൈഡൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ കുഞ്ഞൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ യൂട്യൂബിൽ തുടക്കാറുണ്ട്, അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.